ബാക്കി വീഡിയോ ആണ് ഗൈസ്. അതിൻ്റെ പാർട്ട് 2. ഇങ്ങനെ ചാടി ചാടി നമ്മൾ പോകണം. അതാണ് കളി. അടിപൊളി താരത്തോടെ നമ്മൾ ഇത് ഗൈസ് പരസ്യം വന്നു. Chứ đâu giàu ha. Má nếu biết đoán có đúng không nhưng mà thôi kệ mẹ nó cứ thử đi còn hơn là không biết gì hết. Rồi ok. ഒരു ഉണക്ക പരസ്യം ഇതുണ്ട്. ഞാനും കൂടെ എൻ്റെ വയസ്സ് കഴിഞ്ഞിട്ടതില്ല. 9 വയസ്സാണ്. 9 വയസ്സാണ്. മോനെ അടിപൊളി ഗൈസ് പ്ലേ സ്റ്റോർ ഞാൻ മാറ്റിക്കളഞ്ഞ എന്നെ കൊണ്ട് പോയോ കാത്തിരിക്കാൻ. അത് 25 ലക്ഷം വർഷം കഴിഞ്ഞിട്ടേ ഗൈസ് വീടത്തുള്ളൂ. അപ്പോഴത്തേക്കും നമ്മളൊക്കെ അങ്ങ് മറന്നു. നമ്മൾ ചാടാൻ പാടില്ല. നമ്മൾ താഴത്തോട്ട് വീഴണം. ഒന്നൊന്നും നിൽക്കാം. അടുത്ത് നമ്മൾ ചാടണം അങ്ങോട്ടേക്ക്. നമ്മൾ അങ്ങോട്ടേക്ക് ചിലപ്പോൾ അത് ആക്ഷൻ കാണിക്കും ചുമ്മാ. അത് ഇത് കാണാൻ അറിയത്തില്ല. കണ്ട ഇത് നമ്മൾ താഴത്തോട്ട് പോകും. താഴത്തോട്ട് പോകും ചാടരുത്. ആ കണ്ട മേലോട്ടോ ഇനി പറന്നു അത് നമ്മളെ ഇടിക്കാൻ വരും. അത് പറന്നു നമ്മൾ എത്തി ഗൈസ്. ഓ ഇതാണ് ഇത് ചിലതൊക്കെ ഇൻവിസിബിളാണ്. നമ്മൾ വേഗം ചാടി പോണം. ചാടണം അതിന് മണ്ടയ്ക്കൂടി. കണ്ടോ അതൊക്കെ ഇൻവിസിബിളാണ്. ചാടണം. അങ്ങനെ ചാടരുത്. നമ്മുടെ ചന്തിൻ്റെ അടി കൂടി മാത്രമേ അത് വരത്തുള്ളൂ. നമ്മളതിൻ്റെ ഇതിലെ കൂടി പോകണം. മേളിൽ കൂടി ചാടി പോകണം. ഓ കണ്ട ഇതിങ്ങനെ പറ്റിക്കും നമ്മൾ. ചിലതൊക്കെ ഇൻവിസിബിൾ. അത് ഇവിടെ നടുക്കുള്ള ഇൻവിസിബിളാണ്. ഇൻവിസിബിൾ പൊളിഞ്ഞു പോകും. നമ്മൾ നിൽക്കുന്നതനുസരിച്ച് നീക്കും. എന്താണ് എനിക്ക് ഏറ്റവും ടാസ്ക് അടിച്ചത്. അധികം ടാസ്കിൽ എനിക്ക് തുടക്കത്തിലാണ് പേടി വരുന്നത്. ഇത് ഇൻവിസിബിളാണ്. അത് നമ്മൾ അറ്റർ ഇൻവിസിബിൾ അതിൻ്റെ. ഓ അങ്ങനെ ചാടരുത്. അങ്ങോട്ടേക്ക് മാച്ച് ആവുന്നത് നേരെ കണ്ടില്ല. എനിക്കിത് നിൽക്കണം. അതാണ് ചാടണം തുടക്കത്തിൽ തന്നെ. ഫസ്റ്റ് ഇൻവിസിബിൾ ആണ് മറ്റേ സ്ഥലത്ത്. ഇത് ഇവിടുത്തെ അതെന്താ ചാടാത്തത്. അങ്ങനെ നമ്മൾ ജയിപ്പിച്ചു കൊടുത്തില്ലേ. നടുക്കത്തെ പൊട്ടെല്ലാം പറഞ്ഞു. ഞാൻ പെട്ടെന്ന് ധൃതി പിടിച്ചു വന്നപ്പോൾ അതിനകത്തൊക്കെ എങ്ങോട്ടം മുന്നേ ഇതാണ്. ട്രൈ ചെയ്തു. ചത്തുപോയി ചാടണം. അയ്യോ ഞാൻ എൻ്റെ കാലിനാരൊക്കെയാണ് രക്ഷപ്പെട്ടെ. ഓ ഓ ഓ ഓ ഓ ഞാൻ ഇതും കൂടെ കയ്യിൽ വെച്ച് കയ്യിലിട്ട് എടുത്തു. ഇത് നമ്മൾ ഇവിടെ എത്തുമ്പോൾ സ്റ്റോപ്പാവും. നമ്മളെ പറ്റിക്കുന്നത് ഇവിടെ നിങ്ങന്റെ. അയ്യോ 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 ഇവിടെ പറ്റിക്കോ. അത് അയ്യോ നമ്മൾ ചാടരുത് അങ്ങോട്ടേക്ക്. നമ്മൾ പറ്റിക്കും. ഞാൻ കളിച്ചിട്ടുള്ളൂ. ഇത് ഈസിയസ്റ്റ് ലെവലിൽ എവറാ. ഈസി ലെവലാ. എങ്ങോട്ടും മുന്നേ പാട്ട് പാടില്ല. അടിപൊളി. അയ്യോ പരസ്യം വന്നേ. അയ്യോ ഓക്കെ എങ്ങോട്ടും എന്തുവാണ് ഗൈസ്. ഇതെന്താ ഇങ്ങനെ ഗായ്സ്. ലെവൽ ഡെവൽ എന്നാണ് ഗെയിമിന്റെ പേര് ഗായ്സ്. കളിച്ചു നോക്ക്. ഇതേപോലെ ചത്തുന്നേ ഉള്ളൂ. നിങ്ങൾ കോപ്പി അടിച്ച് കളിക്കണം. നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ എൻ്റെ ഞാൻ ചെയ്യുന്നത്. ഗായ്സ് ഞാൻ ഇതും കൂടെ ഇത് നമ്മൾ 2 വട്ടം ഇങ്ങനെ നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്കും മാറ്റണം. അങ്ങോട്ടേക്ക് ചാടും. ഇന്നോട്ടേക്കോ. പിന്നെ അവിടെ എത്തുമ്പോൾ ഇത് വരുവേ. ഒരു സംഭവം വരും. അങ്ങനെ പോയാലും അവിടെ വരും. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ ഒരു സാധനം വരും.
സംഭവം. ഈ ഏറ്റവും മേളിൽ എത്തുമ്പോളേ ഇവിടെ എത്തുമ്പോൾ ഒരു ഇത് വരും, വട്ടം. ഞാൻ ചുമ്മാ ചാടി പോയതാ. ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് ഗെയിം നിർത്തുന്നതാണ്. ഇതും കൂടെ കളിച്ചിട്ട് എനിക്ക് കാരണം കുളിച്ചിട്ട് അമ്പലത്തിൽ പോയി. അങ്ങനെയാണ് നമ്മൾ തലയിരിച്ച് പോകാൻ വെച്ചിട്ടും കളി. എനിക്കറിയാം ഇത് ഞാൻ ഇഷ്ടപ്പെട്ടത്. അത് ഇനിയും നീളമോ ആ വഴി. ഈ നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെ ഒരു കുരു വരുവേ, അതാണ് എനിക്ക് ഏറ്റവും പാടായിട്ടുള്ളത്. കണ്ടോ ആ പിന്നെ അറിയത്തില്ല, ചുമ്മാ ഇത് കണ്ടോ അറിയത്തില്ല. ഞാൻ ഫോൺ തിരിച്ചു വെച്ചിട്ട് കാര്യമില്ല, ഫോൺ തിരിഞ്ഞു. അയ്യോ പറഞ്ഞില്ലേ ഫോൺ കളിപ്പിക്കും. തിരിച്ചു പോകുമ്പോൾ ആ ഒരു കൂട്ടം അത് എവിടെയാ വരുന്നത് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ചുമ്മാ ചാടി ജപ്പാൻ. നിങ്ങൾക്ക് ശാലിനിന്ന് വരെയുള്ള നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. എന്തോ പേര്? ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാളുണ്ട്. എൻ്റെ കസിൻ ഉത്തു വരേണ്ട ഒരു കൊച്ചിൻ്റെ ആൻറ്റിയാണ് ശാലിനി ആൻറ്റി. തിരിഞ്ഞു പോകുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട്. ഞാൻ തിരിഞ്ഞിരുന്ന് കളിക്കുമ്പോൾ ഈസി അല്ലേ? ഞാനൊന്ന് എണീറ്റിരുന്ന് കളിക്കാൻ പോകുന്നു. ഇങ്ങനെ പതുക്കെ പോണം. ചിലപ്പോ സ്വിച്ച് പോകും. ഞാൻ ചിലപ്പോ ഇതാന്നും പറഞ്ഞ് ഇതിനകത്തേക്ക് എന്നോട്ടാ മോളെ ചന്ദ്രനിലേക്ക് ഞാൻ പൊട്ടനാക്കോണ നമ്മളായിട്ട്. ഇതല്ലേ എന്നോട്ടെത്തും പരസ്യം. ഞാനിത് നെക്കി മടുത്തതാ. ഗൈസ് ഞാൻ അങ്ങനെ എത്തി. ഇന്നോട്ട് പോയി തിരിച്ചു പോകും. പറ്റിക്കാൻ നമ്മൾ ബുദ്ധിശാലിയാണ്. ഇതെനിക്കറിയാം. ഇതാണ് ഇച്ചിരി കഷ്ടപ്പാട്. ഇവിടെ അടുപ്പിച്ചു ഇയാളെ പുറകിലോട്ട് പോകണം. നമുക്ക് വിചാരിക്കും നടുക്ക് പോണേ, നടുക്ക് തന്നെ എന്നിട്ട് ഓടണം. അങ്ങനെ പുറകെ വരും. ഓടോടോടോടും ഇനിയാണ് ടാസ്ക്. അത് 3 വരും. കണ്ട ട്രിപ്പിളായിട്ട് വന്നിട്ട് ഒരു വണ്ടി തരും എൻ്റെ അടുത്ത്. ഇതാണ് ഞാൻ ഇത്ര കഷ്ടപ്പെട്ടത്. അതിന് ഞാൻ ജയിച്ചു. ഇങ്ങനെ ഞാൻ കണ്ണടച്ചടിച്ച പണി തരുവാണ്. അവൻ അച്ഛൊരു ടാസ്ക് ചുമ്മാ നെറ്റിയാൽ മതി. അവൻ്റെ കാര്യപ്പെടും. ലാസ്റ്റത്തും പാടില്ല. ലാസ്റ്റത്താണ് ലോകത്തെ ഫസ്റ്റ് പാട്. അങ്ങോട്ട് അനങ്ങിയാൽ മതി ഫസ്റ്റത്തിൽ. അതുകൊണ്ട് ട്രിപ്പിൾ അടിക്കരുത്. ഇതിപ്പോ വലുതാവും. ഈ സാധനത്തിന് വലിയ പണി കുഞ്ഞാപ്പി. ഈ സാധനത്തിന് വലിയ പണിയാണ്. അതിവിടെ കുഞ്ഞാപ്പി ലാസ്റ്റ് ബ്ലോക്ക് ലാസ്റ്റ്
സെക്കൻഡ് ലാസ്റ്റ് ബ്ലോക്കിൽ എങ്ങാണ്ട് എത്തുമ്പോഴാണ് ജയിച്ചത്. ഞാൻ ഈ വീഡിയോ എൻഡ് ചെയ്യാറായി. ഇത് സ്ലോ ആണല്ലോ ഇത് ഭയങ്കര. മറ്റേ ഇത് ഗൈസ് ചാടണമെന്ന് തോന്നുന്നു. ചാടാൻ നമ്മുടെ തലയ്ക്ക് കൊണ്ട് നമ്മൾ ഓടണം. ഇതെനിക്ക് കൺഫ്യൂഷൻ അടിച്ച് മതിയായ ഞാൻ ജാസ്റ്റ് ജയിച്ചു. എനിക്ക് പോലും അറിയാം ഞാൻ എങ്ങനെ ജയിച്ചു. ഗൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു. അത് പറ്റിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഒന്ന് വരും. അതാണ് ഏറ്റവും ടാസ്ക്. അതിന് തലയ്ക്ക് മുകളിൽ ഒരു സാധനം വന്നിരിക്കും. നമ്മൾ അനങ്ങാൻ നമ്മൾ സ്റ്റാച്ചു ഇച്ചിരി പാണ് നമ്മളെ നിൽക്കണം. അത് വരുന്നു പറ്റിക്കേ. നമ്മൾ ചാടുമ്പോൾ അത് ഓടത്തുള്ളൂ. അല്ല നമ്മൾ ചാടുന്നതല്ല. അത് അങ്ങനെ ഗായ്സ് ഇത് എന്തോ ഒരു പൊട്ട പരസ്യം. എനിക്ക് ഭ്രാന്ത് വരുവാണ് ഗായ്സ് ഈ ഉണക്ക പരസ്യം. ശല്യമായി പരസ്യം. കളിക്കാൻ പറയുന്ന മൊബൈൽ ഡാറ്റ ഉണക്കി വെച്ചിരിക്കുകയാണ്. എന്തായാലും കളിച്ച കയ്യോ ഗായ്സ് ഇത് ഇങ്ങനെ ഇങ്ങനെ ചെയ്താൽ മതി. നമ്മളിപ്പോൾ അതിനെ വെട്ടിക്കുമ്പോ ഇതുണ്ടായിരുന്നു. അതിനടുത്ത് എടുത്തില്ലെങ്കിൽ അത് ചോദിച്ചു. ഗായ്സ് എനിക്ക് അത് എടുക്കാൻ പറ്റില്ല. ലാഗ് അടിച്ചെടുക്കില്ല. ചെറിയതായിട്ടൊരു പൊടി കൺഫ്യൂഷൻ കണ്ട അവനെ പറ്റി അവൻ്റെ ഒരു കൺഫ്യൂഷൻ. ഇത് ഗായ്സ് ആർക്കാണ് ടാസ്ക് 1ന്റെ എവറല്ല പറ്റിക്കൽ അപ്പച്ചൻ വന്നു. എന്നിട്ടാ മൊണ്ണെ ചന്ദ്രനിലേക്ക് അത് കഴിഞ്ഞിട്ടോ ആ പറ്റിക്ക് ഭയങ്കര ഈസിയാണ്. കാരണം നിൽക്കുന്നു ഇത് ചെയ്യാൻ പറ്റും. ഒന്ന് ഇത് ചെയ്യാൻ പറ്റാതെ ഗായ്സ് ഇതും കൂടെ അടുത്തതും കൂടെ കളിച്ച് കഴിഞ്ഞ് എനിക്ക് ഞാനിത് എൻഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നുവെച്ചാൽ വീഡിയോ നിർത്താൻ ചാൻസ് ഉണ്ട്. ഇവൻ്റെ ആണ് അവൻ്റെ ആണ് ഈ ഹാർഡ് ബോർഡ്. അവൻ്റെ ഒരു ഈസി. എനിക്ക് ലാസ്റ്റത്തെ നമ്മുടെ തലയ്ക്ക് മുകളിൽ കല്ല്. ഗായ്സ് ഇത് ഞാൻ കൈമാറാൻ എന്ന് വിചാരിക്കുവാണ്. നന്ദുവിനെ തെറി പറഞ്ഞ് ഓടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്ന് വരുവേ. തലയ്ക്ക് മുകളിൽ നിന്ന് വരുവേ. ഇതാണ് ടാസ്ക്. നമ്മളൊക്കെ അങ്ങനെ വെച്ചോണ്ട് ഓടണം. നമ്മൾ ഓടാൻ പാടില്ല. നമ്മൾ നിക്കണമെന്നൊക്കെയാണ് എന്തുവാ മിത്തുവാൻ പറയുന്നത്. ഗൈസ് അങ്ങനെ അത് ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. മിത്തുവാമ്മ പറഞ്ഞ റിവേഴ്സ് എന്തായാലും നമ്മൾ നേരെ പോകണം. പറ്റിക്കുന്ന അപ്പൊ നമ്മൾ മുന്നേ നിൽക്കണം. ഓടണം. എന്നിട്ടാണെങ്കിൽ ഒരു സ്പീഡും ഇല്ല. കുറച്ച് സ്പീഡ് ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ മണ്ടയ്ക്ക് കയറാം. കുതിര ഓടുന്ന പോലെ അവൻ ഓടുക. അവൻ്റെ ഒരു സ്പീഡും കുതിരനെ പോലെയാണ് ഈ ഗായ്സ് ഇവൻ ഓടുന്നത്. അപ്പച്ചൻ ഈസ് ഇതാണ് ടാസ്ക്. നീ ഓടണ്ടെന്ന് കാണാൻ പറഞ്ഞ് നീ ഓടണ്ടെന്ന് പറഞ്ഞ് തന്നെ ചത്തു. തലയ്ക്ക് മുകളിൽ ഒന്നും വന്നില്ല. തലയ്ക്ക് ഓടാവുള്ളൂ. ഓടാണ്ടാത്ത ഗൈസ് ചാടി എന്നിട്ടാ മോനെ തലയ്ക്കുള്ളിൽ വരുമ്പോൾ നമ്മൾ ഓടി. ഗൈസ് ഒന്നും കൂടെ നമുക്ക് ട്രൈ എങ്ങനെ പറഞ്ഞേ എനിക്കറിയില്ല. ചാടി ഞാനല്ല ജയിച്ചത്. ഇത്തവണ ചെയ്തു തന്നെ എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് എന്തോ അങ്ങനെ നിൽക്കണം. നമ്മൾ പുറകിലോട്ട് ഓടണമെന്ന് പറഞ്ഞു. ഓടി പാസ്സായി. പുറകിലോട്ട് ഓടണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പുറകിലോട്ട് ഓടാൻ പറഞ്ഞാൽ ചാടല്ല ഗായ്സ് എൻ്റെ തലയിടിച്ച്. ഞാനെവിടെയാ നിൽക്കേണ്ടത്? നീ പെൺകുട്ടിയല്ലേ, ബാൽക്കണിയിൽ പോയി നിൽക്ക്. അവിടെ വെയിലുണ്ടാവില്ല. വെയിലിനാ ഗായ്സ് ഇന്ന വീഡിയോ ഞാൻ ഉടനെ ഇടുന്നതാണ്.